സമയം പോലെ തന്നെ അതിനൂതനവും വ്യത്യസ്തവുമായ സങ്കേതം ഉപയോഗിച്ചാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് മമ്മൂട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ചിത്രത്തിന്റെ ഡബ്ബിങ്ങിനായി കൊച്ചിയിലെത്തിയതായിരുന്നു അദ്ദേഹം. മുംബൈ നഗരത്തെ വിറപ്പിച്ച ഒരു ബോംബ് സ്ഫോടനത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ജയരാജ് സംവിധാനം ചെയ്യുന്ന ട്രെയിനിന്റേത്. ഒരു ദിവസം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നീളുന്ന ഉദ്വേഗജനകമായ കഥ. മലയാളിയായ ആന്റി ടെറർ സ്ക്വാഡ് മേധാവിയായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത്. ഡെഡിക്കേറ്റഡ് ഓഫീസറാണ്. മറ്റുള്ള സീനിയർ ഓഫീസേഴ്സിനും മറ്റുള്ള ആൾക്കാരുടെ മടിയും അങ്ങനത്തെ അത് ഈ സിനിമയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അയാൾ വളരെ വിജിലന്റ് ആണ്, ഡയറക്റ്റ് ടു ദ പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഈ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഓഫീസർ ചില സമയത്തൊക്കെ അപൂർവമായിട്ട് സിനിമയിൽ വരുള്ളൂ. പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മുംബൈയിൽ എത്തിപ്പെടുന്ന ചില മലയാളികൾ ട്രെയിനിൽ ഒരുമിച്ച് ചേരുകയാണ്. അവരുടെ കഥയും ട്രെയിനിന്റെ യാത്രയോടൊപ്പം പുരോഗമിക്കുമ്പോൾ അതിനൊത്ത ട്രെയിനിന്റെ വേഗതയ്ക്കിണങ്ങുന്ന മട്ടിൽ തന്നെയാണ് ചലച്ചിത്രത്തിന്റെയും പുരോഗതി എന്ന് മമ്മൂട്ടി പറയുന്നു. ഈ ട്രെയിനിന്റെ വരവും പോക്കും റെയിൽവേ സ്റ്റേഷനും ട്രെയിനിലെ യാത്രക്കാരും ഒക്കെ മൊത്തം അതിന്റെ ഒരു സ്പീഡുണ്ട്. വന്നു പോകുന്നു തിക്കും തിരക്കും വേഗതയും സിനിമയ്ക്ക് മൊത്തമായിട്ടുണ്ടാവും. നമ്മളിപ്പോ ഡബ്ബിയുമ്പോൾ തന്നെ വളരെ അങ്ങനെ ഒരു മേക്കിംഗ് ഉണ്ട് സിനിമയ്ക്ക്. ഒരുപാട് സാധാരണ ഉപയോഗിക്കാത്ത ഒരുപാട് ഡിഫറെന്റ് ലെൻസിങ് ഒക്കെയാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ 6 മുതൽ 6 മണി വരെ എന്നുള്ള ഈ 12 മണിക്കൂറുടെ കഥ എന്ന് പറയുന്നത് ശരിക്കും വളരെ ത്രില്ലിങ്ങും വളരെ എക്സൈറ്റിങ്ങും ആയിട്ടുള്ളൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഡബ്ബിയൊക്കെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് സിനിമ നല്ല വേറൊരു സാധാരണ സിനിമയുടെ അല്ലാത്തൊരു പേസ് ഉള്ള സിനിമയാണ്. മുംബൈയിൽ ഏറെ തിരക്കുള്ള ഛത്രപതി ശിവജി ടെർമിനൽ പോലെയുള്ള ഇടങ്ങളിൽ വെച്ചാണ് ചിത്രീകരണം നടന്നത്. എങ്കിലും വിദേശ ചിത്രങ്ങളിലേതുപോലെ ഒക്കെയും തികച്ചും സ്വാഭാവികമായി പകർത്താൻ കഴിഞ്ഞെന്ന് പറയുന്നു മമ്മൂട്ടി. അത് അപൂർവമായ ഒരു അനുഭവമാണ്. അത്രത്തോളം തിരക്കിൽ അത്രത്തോളം തീവണ്ടികൾ വന്നു പോകുന്നു. മിനിറ്റിന് സെക്കൻഡുകൾക്കുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് കയറി പോകുന്നത്, 10-12 ട്രാക്കിൽ ട്രെയിനുകൾ വരുന്നതും നാനാഭാഗങ്ങളിൽ ട്രെയിൻ പോകുന്നതുമായിട്ട് ഈ സെൻട്രൽ വിക്ടോറിയ ടെർമിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഛത്രപതി ശിവാജി CST എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്തത് അതൊക്കെ എനിക്ക് തോന്നുന്ന വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ കൺസീൽഡ് ഹിഡൻ ക്യാമറ 3-4 ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ട്രെയിനിൽ കയറുമ്പോൾ ഒരു ക്യാമറ അവിടെ ഇരിപ്പുണ്ടാവും, നമ്മൾ നടക്കുമ്പോൾ ഒരു ക്യാമറ ഉണ്ടാവും. അപ്പോൾ എല്ലാ മൂവ്മെന്റും ഒറ്റ മൂവ്മെന്റിൽ പല ആംഗിളുകളിൽ പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ നടന്ന് ഒരു ഫോൺ ചെയ്ത് നടന്ന് ട്രെയിനിൽ കയറുമ്പോൾ ക്യാമറ ഒന്ന് നമ്മൾ ഫോളോ ചെയ്തിട്ട് ട്രെയിനകത്തൊരു ക്യാമറ ഇരിപ്പുണ്ടാവും. അവിടുന്ന് ക്യാമറ ഒരാൾ സ്റ്റേഷനിൽ ഒരു ക്യാമറ ഉണ്ടാവും. അതൊന്നും ഒരേ സമയത്ത് പല ആംഗിളുകളിൽ ഒരേ ഷോട്ട് ഒരേ സീൻ എടുത്തുകൊണ്ടിരിക്കും. അതൊക്കെ വളരെ നാച്ചുറലും ഇതിന്റെ ഒരു ഫ്ലോ ഒട്ടും കുറയാതെ കണ്ടിന്യൂറ്റി ഒന്നും മാറാതെ നല്ല കറക്റ്റ് കട്ടിംഗ് പോയിന്റ് കിട്ടുന്ന ഷോട്ടുകളൊക്കെ. ജയസൂര്യയും ജഗതി ശ്രീകുമാറും സലിംകുമാറും സബിത ജയരാജും ഒക്കെ കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം മെയിലാണ് റിലീസ് ചെയ്യുക. സാധാരണ ഇല്ലാത്ത ഒരു സിനിമകളിൽ ഉപയോഗിക്കാത്ത ഒരു സങ്കേതം ഇതിനകത്തുണ്ട്, സംഭാഷണങ്ങൾ. അത് പക്ഷേ ഞങ്ങൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് സിനിമ അടുത്തൊരു പറയുന്നത് ഒരു പരമരഹസ്യവും നൂതനവും വിചിത്രവുമാണ് അല്ലേ. ക്യാമറമാൻ ഇന്ദുലാലിനൊപ്പം റിമ മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.